ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നാടൻ ചിക്കൻ വറുത്തരച്ച കറിയുടെ റെസിപ്പി ഒന്ന് നോക്കാവേ. ഇത് വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുമാണ്. അപ്പൊ നമ്മൾ വീഡിയോയിലൂടെ പോയി. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 1/2 കിലോ ചിക്കൻ, 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ആവശ്യത്തിനുള്ള ചേർത്ത് അങ്ങനെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കപ്പ് ചെറിയുള്ളി എടുക്കുന്നുണ്ട്, ഒരു 3 വലിയ സവാള എടുക്കുന്നുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം കൂടെ ഒരു ചോപ്പറിലൊന്ന് അടിച്ചെടുക്കാവേ. അല്ലെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. അതിനുശേഷം നമ്മൾ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അതിനുശേഷം നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ളതും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതും വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ 3 സവാളയും ഒരു കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ഒരു ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടി കട്ടിയുള്ള ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആദ്യം ചെറിയ ഉള്ളി ഇട്ട് വഴറ്റണേ. ചെറിയ ഉള്ളി ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴന്ന് വന്ന പുറകെ നമ്മളതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഇട്ട് എല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഒരു മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണും കുറച്ചൊരു മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഈ സവാള വഴറ്റുക. അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുള്ളതും ചേർത്ത് വഴറ്റിയിട്ട് ഒരു തക്കാളി കൂടി ചേർത്ത് അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും കൂടെ കീറിയിട്ടത് കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ഗ്യാസ് വളരെ സിമ്മിൽ വെച്ചിട്ട് വേവിക്കുക. ഇപ്പം ഞാനിതിൽ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണേ. ഏകദേശം ഒരു ബൗളോളം ഒരു 100 ഗ്രാംസോളം ചെറിയുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ സവാളയുടെ അളവ് വളരെ കുറച്ച് സവാള ഇതിന് മതി, കാരണം തേങ്ങ വറുത്തരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 3 സവാളയാണ്, ചെറിയ സവാളയാണ്, അതും വലിയ സവാളയല്ല, വളരെ ചെറിയ സവാളയാണ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ചൊരു കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പം ഞാനിതിൽ മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളേ. കാരണം നമ്മൾ മുളക് പൊടി മുന്നേ തന്നെ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്, മസാല പുരട്ടുമ്പോൾ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 4 പച്ചമുളക് മുന്നേ കീറിയിട്ട് കൊടുത്തിരിക്കണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ചിക്കനും കൂടെ ഇട്ട് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ചിക്കനിൽ ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്ന വരേക്കും വഴറ്റുക. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു തക്കാളി കൂടി അതിൽ മുറിച്ചിട്ട് കൊടുത്തിട്ട് ഗ്യാസ് വളരെ സിമ്മിൽ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക. കറിവേപ്പില കൂടി ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഓയിൽ കൂടെ ഈ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ ചിക്കൻ കുറച്ചധികം സമയം വഴറ്റുന്നുണ്ട്.
ചിക്കനൊന്ന് ഞാൻ മസാലയെല്ലാം പുരട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിരുന്നു. കാരണം മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു കട്ടയായിട്ടാണ് ചിക്കൻ ഇരിക്കുന്നത്. പിന്നീട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഉപ്പ് കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു 3-4 ഇതൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. അതുപോലെ തന്നെ ഒരു തക്കാളി ചെറിയ സ്ക്വയർ പീസായിട്ട് കഴുകിയിട്ടിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പുളി കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ ഒരു തക്കാളിക്ക് പകരം 2 തക്കാളി കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ സാമാന്യം വലിയ ഒരേ ഒരു തക്കാളിയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മസാലപ്പൊടികൾ കുറച്ചൊരു പട്ട ഒരു ചെറിയ കഷ്ണം, കുറച്ച് കുരുമുളക്, അതുപോലെ പെരിഞ്ജീരകം, ഇത്രയും സാധനം മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ചിക്കൻ വെന്ത് വന്നതിന് ശേഷം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ വലിയൊരു തക്കാളി, ഒരേ ഒരു തക്കാളി മാത്രമാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഇട്ടിട്ട് ചിക്കൻ അങ്ങനെ ഗ്യാസ് സ്വിമ്മിൽ വെച്ച് മൂടി വെച്ച് വേവിക്കാൻ വെച്ചു. അതേസമയം തന്നെ അടുത്ത ഒരു പാനിൽ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടു. തേങ്ങ നല്ലൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമ്മൾ തേങ്ങ വറുക്കാനിടുമ്പോഴേക്കും അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം കുറച്ചൊരു മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് തേങ്ങ വറുത്തത് തണുക്കാൻ വേണ്ടി വെക്കുക. അതേസമയം തന്നെ നമ്മൾ കുറച്ചൊരു പെരിഞ്ജീരകവും കുരുമുളകും കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചിട്ട് ചിക്കൻ കറി വേവിക്കാൻ വെച്ചതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ പെരിഞ്ജീരകവും കുരുമുളകും കൂടെ അടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചിക്കൻ വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അടിച്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. തണുക്കാൻ വെച്ചിട്ടുള്ളത് അരച്ചെടുക്കുക. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് കലക്കി ഒഴിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണം അത്രയും അരപ്പ് ഉണ്ടാക്കുക. പിന്നെ ഒരു ചെറിയ പാനിൽ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ചൊരു ചെറിയുള്ളി, ഉണക്കമുളക് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് ആദ്യം കടുകിടുക. അത് കഴിഞ്ഞിട്ട് ഉണക്കമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇട്ട് ഒന്ന് കടുക് താളിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ ചിക്കൻ ഗ്യാസിൽ സിമ്മിൽ വെച്ചിട്ടുള്ളതിൽ നമ്മൾ ഈ കടുക് താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല സൂപ്പറായിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണിത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വറുത്തരച്ച ഒരു ഹോട്ടൽ സ്റ്റൈല് ചിക്കൻ കറിയാണിത്. അപ്പം നമ്മൾ ഒരു ചെറിയ പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പില എൻ്റെ കയ്യിൽ കുറവാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് കറിവേപ്പില ഉള്ളു, അപ്പോൾ അത് ഇടുന്നുണ്ട്. കറിവേപ്പില ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ കുറച്ചൊരു ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ചെറിയുള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം ഇത് നമ്മൾ കോരി ആ കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കടുക് താളിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല ഒരു മണവും സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഈ കടുക് താളിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. അത് ഇതിൻ്റെ മെയിൻ ഒരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ താളിപ്പാണ്. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് വറുത്തരച്ച ചിക്കൻ കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവർക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാനിതിൽ കുറച്ചൊരു ഉണക്കമുളക്, ഒരു 4-5 ഉണക്കമുളക് അങ്ങനെ പാതിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മളതങ്ങനെ കോരിയെടുത്ത് ഈ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ചിക്കൻ കറിക്ക് ഏകദേശം ഒരു 4 ഗ്ലാസ്സോളം വെള്ളം തേങ്ങ വറുത്തരച്ചതിൽ ഞാൻ കലക്കി ഒഴിച്ചിട്ടുണ്ട്.
ഏകദേശം അത്രയും ഗ്രേവിയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു 4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അത്രയും വെള്ളം തേങ്ങ വറുത്തരച്ച അരപ്പൊഴിക്കുമ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ ചിക്കൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ നോക്കി, നല്ല സൂപ്പർ ആയിട്ടുള്ള കറിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.